ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായി, ഒരു വാച്ചിൻ്റെ ഫോട്ടോ ഇട്ടിട്ട് ഈ വാച്ച് ഏതാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് കുറേ അധികം ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒട്ടുമിക്ക കമൻറ്റുകൾ എനിക്ക് കണ്ടത് എന്താണെന്ന് വെച്ചാൽ ആപ്പിൾ വാച്ച്. ഓക്കെ, ആപ്പിൾ വാച്ച് സീരീസ് 7, ഐ വാച്ച് 7, ആപ്പിൾ വാച്ചിൻ്റെ കോപ്പി, ആപ്പിൾ വാച്ച് 7th സീരീസ്, അങ്ങനെ കുറേ അധികം ആപ്പിൾ വാച്ച് എന്ന് ഇഷ്ടം പോലെ കേട്ടു. എന്നാൽ ഞാൻ ഇട്ടിരുന്ന വാച്ച് ആപ്പിൾ വാച്ച് അല്ല എന്ന് ആപ്പിൾ വാച്ച് ഉപയോഗിച്ചവർക്ക് അറിയാം. വേറെ ഒന്നും കൊണ്ടല്ല, ആപ്പിൾ വാച്ചിൽ സൈഡിലൊരു ക്രൗൺ ഉണ്ടാവും, ഇതിനകത്ത് ക്രൗൺ ഉണ്ടായില്ല, ബട്ടൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതാണ് ഈ ഒരു വാച്ച്? ഒബ്വിയസ്ലി ഈ വീഡിയോയിൽ അങ്ങനെ പറയുന്നതിൽ പോയിന്റ് ഇല്ല, കാരണം വീഡിയോയുടെ ടൈറ്റിലും തമ്പനയിലും വാച്ച് ഏതാണെന്ന് കണ്ടു കാണും. സാധാരണ ഒരു വാച്ച് റിവ്യൂ ചെയ്യുന്ന പോലെ വലിച്ച് നീട്ടിക്കൊണ്ടൊന്നും പോകാൻ എനിക്ക് വയ്യ. പെട്ടെന്ന് കാര്യത്തിലേക്ക് വരാം. ഫസ്റ്റ് തിങ് ഈസ്, ഈ വാച്ച് എനിക്ക് തോന്നുന്നു ബഡ്ജറ്റ് സ്മാർട്ട് വാച്ചുകളിൽ, ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 5000 രൂപയുടെ പ്രൈസ് റേഞ്ചും അതിന് താഴെയുള്ള പ്രൈസ് റേഞ്ചിലുള്ള സ്മാർട്ട് വാച്ചുകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ലുക്കിംഗ് സ്മാർട്ട് വാച്ച്. ഇപ്പോൾ എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് കിടക്കുന്നത് കാണാം, സെയിം വാച്ചാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ലുക്കിംഗ് ബഡ്ജറ്റ് സ്മാർട്ട് വാച്ചുകൾ എന്ന് തന്നെ പറയാം. സോ നോയ്സിൻ്റെ ColorFit Ultra 2 ഡിസൈൻ വൈസ് എക്സ്ട്രീംലി ഗുഡ്. ഞാൻ ഇതും കെട്ടിക്കൊണ്ട് കടയിൽ പോയി, അതേപോലെ എൻ്റെ തറവാട്ടിലൊക്കെ പോയി, എല്ലാവരും ഫസ്റ്റ് ചോദിച്ചത് വാച്ച് ഏതാണ് എന്നാണ്. ഒബ്വിയസ്ലി കാരണം ഇതിൻ്റെ ബോഡി സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. കണ്ടില്ലേ, ബോഡി ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റൽ ബോഡിയാണ്. ഈ വാച്ചിൽ 1.78 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ColorFit Ultra നേരത്തെ എഡീഷനിലുണ്ടായ പ്രധാന ഡ്രോബാക്ക് ആ സ്ക്രീൻ LCD ആയിരുന്നു എന്നാണ്. ആ ഒരു ഡ്രോബാക്ക് പരിഹരിച്ച് ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ക്രിസ്പ് എന്ന് പറഞ്ഞാൽ ഈ പ്രൈസ് റേഞ്ചിൽ ഞാൻ കണ്ടേക്കുന്നതിൽ വെച്ച് ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ എന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഫോട്ടോസ് വാച്ച് ഫേസ് ആയിട്ട് ഇടുമ്പോൾ പോലും ഇത്രയും നല്ല ക്ലാരിറ്റിയിൽ എനിക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ സ്മാർട്ട് വാച്ചുകളൊന്നും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ സ്ക്രീൻ ഈസ് ബിഗ്, ബെസൽസ് ഉണ്ട് എന്ന് കാണുക പോലുമില്ല. സ്ക്രീൻ ഓഫ് ആയിരിക്കുന്ന സമയത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ മോഡലൊക്കെ ഇരിക്കുമ്പോൾ ടോട്ടലി അത് മുഴുവനും ഡിസ്പ്ലേ ആയിട്ട് തന്നെ തോന്നും, ബിക്കോസ് ഓഫ് ദിസ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. പിന്നെ വാച്ചിൻ്റെ പെട്ടി അറിയാലോ, നോയ്സിൻ്റെ ബാക്കി എല്ലാ പെട്ടികളും പോലെ തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ആ ഒരു സെയിം ഗ്രേ ബോക്സ്, പുറകിൽ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ബോക്സിൽ വലിയ പ്രത്യേകത ഒന്നുമില്ലെങ്കിലും ബോക്സിൻ്റെ ഉള്ളിലുള്ള കണ്ടൻസിൽ ഒരേ ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു വ്യത്യാസമാണ്. എന്തിലാണ്? ചാർജിങ് കേബിളിൽ. ഇപ്രാവശ്യം ബോക്സിൻ്റെ ഉള്ളിൽ ഡോക്യുമെന്റേഷനും സ്റ്റിക്കേഴ്സും വാച്ചും കൂടാതെ നമ്മൾക്കിത് ഇത്തരത്തിലുള്ള ഒരു ചാർജിങ് ഡോക്കാണ് തന്നിരിക്കുന്നത്. നോർമലി നിങ്ങൾക്കറിയാലോ, പണ്ടത്തെ നോയ്സ് വാച്ചുകളുടെയൊക്കെ റിവ്യൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ആയിരിക്കില്ല, ചെറിയ ഒരു ടാബ്ലറ്റ്, ഒരു ക്യാപ്സ്യൂളിൻ്റെ ഷേപ്പായിരുന്നു. ഇത് മാറ്റിയിട്ട് കുറച്ചുകൂടെ ഫ്ലാറ്റർ ആക്കിയിട്ടുണ്ട്. ഇതുകൊണ്ട് 2 ഗുണമുണ്ട്. കുറച്ച് ഫേം ആയിട്ട് നമ്മുടെ വാച്ചിൽ പിടിച്ച് നിന്നോളും, പിന്നെ കളഞ്ഞു പോകുന്ന സാധ്യതകളും കുറയും. ഇനി ആദ്യമേ പറഞ്ഞ പോലെ വാച്ചിൻ്റെ ബോഡി സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ കാണുമ്പോൾ തന്നെ ഒരു പ്രീമിയം വാച്ച് കയ്യിൽ കിട്ടിയ സെയിം ഫീൽ തന്നെയാണ് വരുന്നത്. ഇനി അത് മാത്രമല്ല, പൊതുവേ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോഡിയൊക്കെ തരുമെങ്കിലും ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആക്കി മാറ്റാറുണ്ട്. എന്നാൽ ഇപ്രാവശ്യം ബാക്ക് സൈഡ് സെറാമിക് ആണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു മൊഡ്യൂൾ മാത്രം കയ്യിലെടുത്ത് നോക്കിക്കഴിഞ്ഞാലല്ലോ ശരിക്കും ഒരു പ്രീമിയം പീസ് ഓഫ് ആപ്പിൾ വാച്ച് ഒക്കെ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന സെയിം ഫീല് വരുന്നുണ്ട്. ഇതിലാകെ ഒരൊറ്റ ബട്ടണുള്ളൂ, റൈറ്റ് സൈഡിലെ ബട്ടൺ. അതാണ് സ്ക്രീൻ വേക്ക് ചെയ്യാനും മെനുവിലേക്ക് പോകാനായിട്ടുള്ള ബട്ടൺ. ഇനി ബാക്ക് സൈഡിൽ നമുക്ക് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് സെൻസറും അതേപോലെ ബ്ലഡ് ഓക്സിജൻ സെൻസറും ഉണ്ട്. ഇനി ഈ വാച്ചിൻ്റെ സ്ട്രാപ്പുകൾ മാറ്റാനായിട്ട് പറ്റും. നമുക്ക് നോയ്സിൻ്റെ സ്ട്രാപ്പുകൾ വേറെ മേടിക്കാനായിട്ട് കിട്ടും നോയ്സിൻ്റെ സൈറ്റിൽ. ഞാനിപ്പോൾ കയ്യിൽ കെട്ടിയിരിക്കുന്നത് നമ്മുടെ ആപ്പിളിൻ്റെ മിലിനീസ് ബാൻഡ് എന്നൊക്കെ പറയുന്ന പോലെ മെറ്റാലിക് ആയിട്ടുള്ള മാഗ്നറ്റിക് സ്ട്രാപ്പാണ്. കാരണം ഒരു പ്രീമിയംനെസ് കൂട്ടി തരും എന്നുള്ളത്. ഇതല്ലാതെ നമുക്ക് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് ഒരു ക്ലോത്ത് ബാൻഡ് ഉണ്ട്, ക്ലോത്തിൻ്റെ ടൈപ്പ് ഓഫ് ബാൻഡ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മൾക്ക് വരുന്നത് സിലിക്കൺ സ്ട്രാപ്പാണ്. ഇപ്പോൾ ഈ സിൽവറിൻ്റെ കൂടെ എനിക്ക് വന്നിരിക്കുന്നത് ഗ്രേ കളറിലായിട്ടുള്ള നോർമൽ സിലിക്കൺ സ്ട്രാപ്പാണ്. പക്ഷേ മറ്റ് നോയ്സിൻ്റെ സ്ട്രാപ്പുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രീമിയംനെസ് ഇപ്രാവശ്യം എല്ലാത്തിലും ആ ഒരു ടച്ച് വന്നിട്ടുണ്ട്. ഇനി യൂസർ ഇന്റർഫേസിൽ കുറച്ചധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സാധാരണ നോയ്സ് വാച്ചുകളിൽ മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും നിരയായിട്ട് വന്ന് കിടക്കുന്നതാണ് പതിവ്. പക്ഷേ ഇപ്രാവശ്യം അവർ കുറേ കാര്യങ്ങളൊക്കെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇപ്പോൾ നോയ്സിൻ്റെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം നോയ്സ് ഹെൽത്ത് സ്യൂട്ട് എന്ന് പറഞ്ഞ ഒരു സബ് മെനുവിലേക്ക് മാറ്റിയിട്ടുണ്ട്. സോ നമ്മൾ മെനു പോയി കഴിഞ്ഞാൽ ആ ഒരു നോയ്സ് ഹെൽത്തിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്താണ് ഇപ്പോൾ ഹാർട്ട് റേറ്റ്, SpO2, സ്ലീപ്പ് എന്നിങ്ങനത്തെ ഡേറ്റകളെല്ലാം വന്നിരിക്കുന്നത്. യെസ്, സ്ലീപ്പ് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും, പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ 2 ദിവസം ഈ ഒരു കാര്യം ഫുള്ള് സ്ലീപ്പ് ട്രാക്ക് ചെയ്യാനായിട്ടൊക്കെ വെച്ച് നോക്കി. എത്ര നേരമാണ് ഡീപ്പ് സ്ലീപ്പ്, എത്ര നേരം ലൈറ്റ് സ്ലീപ്പ്, ടോട്ടൽ സ്ലീപ്പ് എത്രയാണ്, ഏത് സമയത്ത് ഉറങ്ങി, ഏത് സമയത്ത് എണീറ്റു എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. സോ ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഹെൽത്ത് സ്യൂട്ട് എന്ന് പറഞ്ഞ മെനുവിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ അലാം, ടൈമർ, സ്റ്റോപ്പ് വാച്ച്, വേൾഡ് ക്ലോക്ക് എന്നിങ്ങനത്തെ സാധനങ്ങളെല്ലാം ക്ലോക്ക് എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ബ്രീതിങ് എക്സസൈസ് മോഡുകൾ ഇതിനകത്തുണ്ട്. പിന്നെ ഫോൺ കണ്ടുപിടിക്കാനായിട്ട്, നമ്മുടെ വാച്ച് വെച്ച് ഫോൺ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഫൈൻഡ് ഫോൺ ഉണ്ട്. ക്യാമറ ഷട്ടറായിട്ട് ഉപയോഗിക്കാം. മ്യൂസിക് വാച്ചിനകത്ത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ വാച്ചിനകത്ത്
വർക്കൗട്ട് മോഡുകൾ നോക്കുകയാണെങ്കിൽ 60-ലേറെ വർക്കൗട്ട് മോഡുകളുണ്ട്. ഇതൊക്കെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഡോർ വർക്കൗട്ട്, ഔട്ട്ഡോർ വർക്കൗട്ട്, സ്പോർട്സ് എന്നിങ്ങനത്തെ രീതിയിലൊക്കെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ് കാറ്റഗറീസ് അറിയാമെങ്കിൽ. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. വർക്കൗട്ട് ട്രാക്കിങ്ങും നല്ല ആക്യുറേറ്റ് ആണ്. ഞാൻ ചെയ്തു നോക്കിയെന്ന് പറഞ്ഞല്ലോ വർക്കൗട്ട് നമുക്ക് ആപ്പിനകത്ത് വിശദമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ലാതെ എനിക്ക് തോന്നുന്നില്ല വേറെ നോയ്സ് വാച്ചുകളിലുണ്ടെന്ന്. ഇതിൽ പ്രത്യേകമായിട്ടുള്ള ഫീച്ചർ കാൽക്കുലേറ്റർ ഉണ്ട് എന്നുള്ളതാണ്. ഒരു ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഈ ഐഫോണിൻ്റെ അകത്തുള്ള കാൽക്കുലേറ്ററിൻ്റെ സെയിം തീമിലുള്ള ഒരു കാൽക്കുലേറ്ററും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. സോ സ്ക്രീൻ കുറച്ച് വലുതായതുകൊണ്ട് തന്നെ കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും മറ്റ് വാച്ചുകളിൽ വെച്ച് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ആപ്പാണ് ഈ ഒരു കാൽക്കുലേറ്റർ ആപ്പ് സ്മാർട്ട് വാച്ചിൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ വെതർ കാണാം. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ സ്റ്റോക്കുകൾ ട്രാക്ക് ചെയ്യണമെങ്കിൽ അതും ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾക്ക് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത് വാച്ച് ഫേസുകളാണ്. വാച്ച് ഫേസുകൾ ഇൻബിൽഡ് ആയിട്ട് കുറേയധികം വാച്ച് ഫേസുകൾ ഇതിനകത്തുണ്ട്. ഒരു 5 എണ്ണം ഉണ്ട്. പിന്നെ ഇതുമായിട്ട് പെയർ ചെയ്യേണ്ട നോയ്സ് ഫിറ്റ് ആപ്പ് ഉണ്ട്. നോയ്സ് ഫിറ്റ് ആപ്പിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ വാച്ച് ഫേസുകൾ കിട്ടുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്തോ 100-ലേറെ വാച്ച് ഫേസുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ വാച്ചിൻ്റെ പുറകെ എഴുതിയിട്ടുണ്ടായി. പക്ഷേ കുറേ ആൾക്കാർ പറഞ്ഞു ബ്രോ 100 എണ്ണം ഒന്നും ഇല്ലല്ലോ എന്ന്. ആക്ച്വലി എനിക്ക് അതിൻ്റെ കൗണ്ട് അറിയില്ല കേട്ടോ. കാരണം കാറ്റഗറി വൈസാണ് ഇവർ ഓരോ വാച്ച് ഫേസ് ഇട്ടേക്കുന്നത്. എന്തായാലും കുറേയധികം വാച്ച് ഫേസുകൾ നമുക്ക് ആപ്പിനകത്ത് നിന്ന് കിട്ടും. അതേപോലെ നോയ്സ് ഫിറ്റ് ആപ്പിനകത്ത് തന്നെയാണ് ഈ സ്റ്റോക്കുകൾ ആഡ് ചെയ്ത് വെക്കുന്നതും പിന്നെ വാച്ചിൽ നോട്ടിഫിക്കേഷൻസ് വേണമെങ്കിൽ അതൊക്കെ ഓണാക്കി വെക്കുന്ന പരിപാടികളൊക്കെ ആപ്പിൻ്റെ ഉള്ളിൽ കൂടെ ചെയ്യാനായിട്ട് പറ്റും. വിശദമായിട്ട് ഇപ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് വാച്ചിൽ മാത്രമല്ല ആപ്പിനകത്ത് നമുക്ക് വിശദമായിട്ട് കിട്ടും. ഇനി നോട്ടിഫിക്കേഷൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഇതിനകത്ത് ഒട്ടുമിക്ക എല്ലാ ആപ്ലിക്കേഷൻസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. കുറച്ച് വലിയ ഡിസ്പ്ലേ ആയതുകൊണ്ട് നല്ല രീതിയിൽ വായിക്കാനും നോട്ടിഫിക്കേഷൻസ് പറ്റുന്നുണ്ട്. ഇതിനകത്ത് കോൾ നോട്ടിഫിക്കേഷൻസ് വരും. കോൾ പിക്ക് ചെയ്യാൻ പറ്റില്ല, സ്പീക്കർ ഇല്ല, മൈക്രോഫോണും ഇല്ല. സോ പിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കട്ട് ചെയ്യാം, മ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ക്വിക്ക് റിപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതായത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും എന്തെങ്കിലും റിപ്ലൈകൾ. സോ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ SMS ആയിട്ട് ഈ റിപ്ലൈയും കൂടെ പോകുന്ന ക്വിക്ക് റിപ്ലൈ എന്ന് പറഞ്ഞ പരിപാടി ഇതിനകത്ത് കിട്ടും. പിന്നെ കഴിഞ്ഞ വാച്ചിൻ്റെ റിവ്യൂവിൽ മെൻഷൻ ചെയ്യാനായിട്ട് മറന്നുപോയൊരു കാര്യം ഇപ്രാവശ്യം ആഡ് ചെയ്തേക്കാം. ഇതിന് ബ്രൈറ്റ്നസ് ലെവലുകൾ എന്ന് പറയുന്നത് 5 ബ്രൈറ്റ്നസ് ലെവൽ കിട്ടുന്നുണ്ട്. സോ ഹയസ്റ്റ് ബ്രൈറ്റ്നസ് ലെവലിൽ ഔട്ട്ഡോർ വിസിബിലിറ്റിക്ക് യാതൊരു പ്രശ്നമില്ല. പിന്നെ രണ്ടാമത് വൈബ്രേഷൻ്റെ ഡ്യൂറേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അത് കുട്ടി വൈബ്രേഷൻ വേണോ, കുറച്ച് ലെങ്തി ആയിട്ടുള്ള വേണോ, ഭയങ്കര ലെങ്തി ആയിട്ടുള്ള വേണോ എന്നുള്ള 3 ഓപ്ഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമത്തത് റേസ് ടു വേക്ക് ഉണ്ട്. ഇത് വാച്ച് നമ്മളിങ്ങനെ പൊക്കി കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻ ലൈറ്റപ്പ് ആവുന്ന പരിപാടിയുണ്ട്. ഫാസ്റ്റാണ്. ഈ കാര്യങ്ങളല്ലാതെ നമുക്ക് സെറ്റിംഗ്സിൽ നിന്ന് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആക്കാൻ പറ്റും. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമുക്ക് അനലോഗും ഉണ്ട്, അതേപോലെ ഡിജിറ്റൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആക്കി കഴിഞ്ഞാൽ ബാറ്ററി ലൈഫ് ചടപടയെന്നങ്ങ് പോകും. ഏതായാലും ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഞാനിത് കഴിഞ്ഞ 4 ദിവസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഫുൾ ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ എൻ്റെ എ റോൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ 39% ആണ്. ഇതിന് ശേഷമായിരിക്കും ബി റോൾ എടുക്കുന്നത്. സോ ബി റോളിൽ ചിലപ്പോൾ പെർസെൻറ്റേജ് ഇതിലും കുറവായിരിക്കും കാണുന്നത്. എന്തായാലും 4 ദിവസം 39% അല്ലെങ്കിൽ 40% തന്നെ വെച്ചോ എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒരു 5 അല്ലെങ്കിൽ 6 ദിവസം മാക്സിമം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ യൂസിൽ എക്സ്പെക്ട് ചെയ്യാം. അതായത് ഞാനിത് വർക്കൗട്ട് ചെയ്യുമ്പോൾ വർക്കൗട്ട് ട്രാക്ക് ചെയ്യാനും രാത്രി ഉറങ്ങുമ്പോഴും കെട്ടിക്കൊണ്ടാണ് ഉറങ്ങിയത് സ്ലീപ്പ് ട്രാക്ക് ചെയ്യാനായിട്ട് എന്നുള്ളതുകൊണ്ട് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓഫ് ആയിരുന്നു. അപ്പോൾ ഇനി ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആക്കി കഴിഞ്ഞാൽ മാക്സിമം എനിക്ക് തോന്നുന്നു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കിട്ടുമായിരിക്കും. അപ്പോൾ ബാറ്ററി ലൈഫ് കൺസേൺഡ് ആണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഹാർട്ട് റേറ്റ് ട്രാക്കിംഗ് ഓഫ് ആക്കിയിടുക, സ്ട്രെസ് മോണിറ്ററിംഗ് ഓഫ് ആക്കിയിടുക, പിന്നെ ഓട്ടോമാറ്റിക് SpO2 സെൻസിങ്ങും അതേപോലെ തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു 10 ദിവസം വരെയൊക്കെ നിങ്ങൾക്ക് മാക്സിമം വലിച്ചു നീട്ടിക്കൊണ്ട് പോകാൻ പറ്റും. ഈ വാച്ച് ഇറങ്ങിയപ്പോൾ ഇനിഷ്യൽ ഡേയ്സിൽ അവർ സെല് ചെയ്തുകൊണ്ടിരുന്നത് ഏകദേശം 4500 രൂപ അടുത്താണ്. ഇപ്പോൾ പ്രൈസ് കൂടിയിട്ടുണ്ട്. 5000 രൂപ എന്തോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ചെക്ക് ചെയ്തപ്പോൾ 5499 എന്തോ ആയിരുന്നു. സോ സെയിൽ ടൈമിൽ നിങ്ങൾക്ക് ഇനിയും പ്രൈസ് കുറഞ്ഞ് കിട്ടും. പക്ഷേ 5000 രൂപയുടെ താഴെയാണ് നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വർത്ത് ദ ബൈ ആണ്. എന്തായാലും 5499 രൂപയ്ക്കാണെങ്കിലും ഞാൻ പറയാം എന്തുകൊണ്ട് എടുക്കണം ഈ വാച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് ഇസ് ഡിസ്പ്ലേ പ്രധാനമാണ്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും AMOLEDും വേണമെങ്കിൽ എടുക്കാം. സെക്കൻഡ് ലുക്സ്, അതായത് നിങ്ങൾക്കൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ബിൽഡുള്ള കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഈ കമൻറ്റിൽ വായിച്ച പോലെ ആപ്പിൾ വാച്ച് 7th സീരീസ് അല്ലേ എന്ന് പറയിപ്പിക്കുന്ന രീതിയിലുള്ള വാച്ചാണ് വേണമെങ്കിൽ അതിന് പോവാം. മൂന്നാമത്തേത് ഈ സ്ട്രാപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. മെറ്റാലിക് ആയിട്ടുള്ള സ്ട്രാപ്പ് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ടി വരും, കൂടെ വരുന്നില്ല. അപ്പോൾ ആ ഒരു ഓപ്ഷൻ കിട്ടിയെങ്കിൽ സ്ട്രാപ്പിൻ്റെ ക്വാളിറ്റി ഓൾസോ ഗുഡ്. ഇനി ബാക്ക് സൈഡ് ഓഫ് ദ വാച്ച് സെറാമിക് ആണ്. ഇതുകൊണ്ടും എനിക്ക് ഈ വാച്ച് ഇഷ്ടപ്പെട്ടു. ഇനി ഈ വാച്ച് എന്തുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല
ഓക്കെ, എന്തെങ്കിലും ഇതിന് പോരായ്മകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയ ഒരു പോരായ്മ എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ നോർമലി കൺസിസ്റ്റൻ്റ് ആയിട്ട് ആപ്പ് റൺ ചെയ്ത് വെക്കുമ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് പ്രോപ്പറായിട്ട് വരുന്നുണ്ട്. എന്നാൽ ഇടയ്ക്ക് ഇപ്പോൾ ബ്ലൂടൂത്ത് ഡിസ്കണക്ട് ചെയ്തിട്ട് പിന്നീട് കണക്ട് ചെയ്യുമ്പോൾ ചറപറ എല്ലാ നോട്ടിഫിക്കേഷനും ഒക്കെ കയറി വരും. അത് എന്ന് വെച്ചാൽ നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ടിട്ട് ആ സമയത്ത് വന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇതിനകത്ത് അങ്ങനെ കയറുന്നുണ്ട്. ആ ഒരു കാര്യം എനിക്ക് കുറച്ച് അനോയിങ് ആയിട്ട് തോന്നി. സോ നോട്ടിഫിക്കേഷൻസ് വേണ്ട ആപ്പിന് മാത്രം ഓണാക്കി വെക്കുക, എല്ലാത്തിനും പോയി ഓണാക്കി വെക്കരുത്. പിന്നെ രണ്ടാമത്തേത് ബാറ്ററി ലൈഫ് ഡിസപ്പോയിൻറ്റിംഗ് ആണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആക്കി ഇടുവാണെങ്കിൽ 2 to 3 ദിവസം എക്സ്പെക്ട് ചെയ്താൽ മതി. അതൊരു കംപ്ലൈൻറ്റ് അല്ല. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആക്കി കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നോയ്സിൻ്റെ ColorFit Ultra 2ൻ്റെ റിവ്യൂ. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതേപോലത്തെ പുതിയ ഗാഡ്ജറ്റ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.